അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഒന്നാം ഭാഗത്തിലെ 11ാമത്തെ പാഠം ദിക്റുല്ലാ. അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലൽ, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യൽ. അങ്ങനെയൊക്കെ നമുക്കതിന് അർത്ഥം വെക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ജുമുഅ വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ചയിലുള്ള ജുമുഅ, ആ ജുമുഅയിലെ ഖുതുബ, അതിൻ്റെ ഭാഷകൾ, ജുമുഅ ഖുതുബൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. ആദം നബി അലൈഹിസ്സലാം വഫാത്തായതും വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. നിങ്ങൾ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കുന്നതാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഫസ്റ്റത്തെ ഭാഗത്ത് പറഞ്ഞത്, ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് മഹത്വം പറഞ്ഞത്? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാം വഫാത്തായത് വെള്ളിയാഴ്ചയാണ്. അതുപോലെ ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ചയിലാണ് എന്ത് സംഭവിക്കുക? ഖിയാമത്ത് നാൾ സംഭവിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ദിവസം ഏതാ? അത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്തുകൊണ്ടാണ് ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ കൂടുതൽ സ്വലാത്തെല്ലാം പറഞ്ഞത്? നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണും. വെള്ളിയാഴ്ച ദിവസത്തിൽ നാം സ്വലാത്ത് ചെല്ലുന്ന ആ സ്വലാത്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും. അപ്പോൾ വെള്ളിയാഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഇനി വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്ന ഹദീസ് ഓർത്തുകൊണ്ട് അബൂബക്കർ മസ്ജിദിലേക്ക് നടന്നു. അവൻ നേരത്തെ മസ്ജിദിലെത്തി. സൂറത്തുൽ കഹ്ഫ് ഓതി സ്വലാത്ത് ചൊല്ലി ശേഷം ദുആ ചെയ്തു. ജുമുഅയുടെ ആദ്യത്തെ അദാൻ മുഴങ്ങി. എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു. മുഅദ്ദിൻ മആശറ വിളിച്ചു. ഇമാമ് മിമ്പറിൽ കയറി സലാം പറഞ്ഞ ശേഷം ഇരുന്നു. മുഅദ്ദിൻ വീണ്ടും അദാൻ മുഴക്കി. ശേഷം ഖത്തീബ് അറബിയിൽ 2 ഖുതുബ നിർവഹിച്ചു. ഖത്തീബ് അറബിയിൽ 2 ഖുതുബ നിർവഹിച്ചു. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? വെള്ളിയാഴ്ച പ്രത്യേക മോദൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്ത് എന്ത് ചെയ്തു? അബൂബക്കർ ഓതി. അതുപോലെ തന്നെ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? സ്വലാത്തും ചൊല്ലി അതിന് ശേഷം അവൻ ദുആ ചെയ്തു. അങ്ങനെ ജുമുഅയുടെ ആദ്യത്തെ അദാൻ മുഴങ്ങി. വാങ്ക് കൊടുത്തു. ഫസ്റ്റത്തെ വാങ്ക് എന്ത് ചെയ്തു? 2 വാങ്കുണ്ട് ജുമുഅക്ക്. അതിൽ 1ാമത്തെ വാങ്ക് എന്ത് ചെയ്തു? മുഴങ്ങി. അങ്ങനെ എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു. വാങ്ക് കൊടുത്താൽ ഉടനെ എന്ത് ചെയ്യും? 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. മുഅദ്ദിൻ മആശറ വിളിച്ചു. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മആശറ വിളിക്കും. ആര്? നമ്മളെ മുഅദ്ദിൻ. ഇമാമ് മിമ്പറിൽ കയറി സലാം പറഞ്ഞ ശേഷം ഇരുന്നു. ഇമാമ് മിമ്പറിൽ മേൽ കയറിയതിന് ശേഷം അവിടെ ഇരുന്നു. എന്നിട്ടോ മുഅദ്ദിൻ വീണ്ടും അദാൻ മുഴക്കി. എന്ന് പറഞ്ഞാൽ 2ാമത്തെ ബാങ്ക് എന്ത് ചെയ്തു? മുഅദ്ദിൻ വിളിച്ചു, ബാങ്ക് കൊടുക്കുന്ന ആളെ. ശേഷം ഖത്തീബ് അറബിയിൽ 2 ഖുതുബ നിർവഹിച്ചു. ഇനി ഖുതുബ അറബിയിൽ തന്നെ ആകേണ്ടതുണ്ടോ ഉപ്പ? ജുമുഅ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അബൂബക്കർ ചോദിച്ചു, ഖുതുബ അറബി തന്നെ ആകേണ്ടതുണ്ടോ? മലയാളത്തിൽ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഖുതുബ അറബി തന്നെ ആകണോ? മലയാളത്തിൽ ഓതിയ കുഴപ്പമുണ്ടോ? അതല്ലെങ്കിൽ വേറെ വല്ല ഭാഷയിൽ ഓതിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പ, അതെ, അറബി അല്ലാത്ത ഒരു ഭാഷയിലും അത് നിർവഹിക്കാൻ പാടില്ല. അറബി അല്ലാത്ത ഒരു ഭാഷയിലും എന്ത് നിർവഹിക്കാൻ പാടില്ല? ഖുതുബ നിർവഹിക്കാൻ പാടില്ല. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. എങ്ങനെ? ജുമുഅയുടെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? ജുമുഅ നിസ്കാരത്തിന് മുമ്പായിട്ട് 2 ഖുതുബ നിർവഹിക്കുക എന്നത്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. നിസ്കാരം പോലെ തന്നെ ഒരു ഇബാദത്താണ് ഖുതുബ. അതിന് ഷർത്തുകളും റുക്നുകളുമുണ്ട്. നിസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഖുതുബക്കും ഷർത്തുകളും ഫർളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻ കഴിഞ്ഞ മഹാന്മാരുമെല്ലാം അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. ലോകത്ത് കഴിഞ്ഞു പോയ സകല മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അവരെല്ലാവരും ഖുതുബ നിർവഹിച്ച് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കുക. ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ, ഞാൻ ഏത് രൂപത്തിലാണോ ഇബാദത്ത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഞാൻ ഏതുപോലെയാണോ ഖുതുബ ഓതിയത്? നബി തങ്ങൾ അറബി ഭാഷയിലാണ് ഓതിയിട്ടുള്ളത്. നബി തങ്ങളുടെ സ്വഹാബത്തും അറബി ഭാഷയിലാണ് ഓതിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത് അവരിവിടെ നിർമ്മിച്ച പള്ളികളിൽ അവർ ഖുതുബ നിർവഹിച്ചത് അറബി ഭാഷയിലാണ്.
അപ്പം നബിതങ്ങൾ ഏത് രൂപത്തിലാണോ ഇവിടെ നിസ്കരിച്ച് നമുക്ക് കാണിച്ചെന്ന് ആ രൂപത്തിലായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. ഇനി ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ളലാലത്തുമാണ്, പിഴച്ച വാദമാണ്. ഇതിനെതിരെ ഈ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ട് ജുമാ നിർവഹിക്കുക എന്നുള്ളത് ആ ജുമാ സഹിയാവില്ല. കാരണം ജുമാൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്, 2 ഖുത്ബ ഉണ്ടാവണം എന്നുള്ളത്. ആ 2 ഖുത്ബൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് അത് അറബി ഭാഷയിലായിരിക്കണമെന്നത്. അപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയ ഖുത്ബ ശരിയാവില്ല. ഖുത്ബ ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ശരിയാവില്ല, ജുമായും ശരിയാവില്ല. അങ്ങനെ ആരെങ്കിലും മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഖുത്ബ ഓതുന്നുണ്ടെങ്കിൽ അത് പിഴച്ച വാദങ്ങളാണ്. അബൂബക്കർ ഏതൊക്കെയാണ് ഖുത്ബയുടെ ഷർത്തുകൾ? ഖുത്ബക്ക് ഷർത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഖുത്ബൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് ആ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. 1, ളുഹറിൻ്റെ സമയത്താവുക. ഖുത്ബ ഓതേണ്ട എപ്പോഴായിരിക്കണം? ളുഹറിൻ്റെ സമയത്താവണം. 2, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം. 3, ഔറത്ത് മറക്കുക. 4, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക. നിൽക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അവൻ നിന്നുകൊണ്ട് തന്നെ ഖുത്ബ ഓതണം. 5, അറബി ഭാഷയിലാവുക. അതാണ് നമ്മളെ പറഞ്ഞ ഷർത്ത്, അറബി ഭാഷയിലാവുക ഖുത്ബ, അത് ഷർത്താണ്. 6, ജുമുഅ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന 40 ആളുകൾ കേൾക്കുന്ന വിധത്തിലാവുക. അതായത് ജുമുഅ പരിഗണിക്കപ്പെടണമെങ്കിൽ ഒരു നാട്ടിൽ ജുമുഅ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് 40 ആളുകൾ ഉണ്ടായിരിക്കണം. ആ 40 ആളുകൾ എന്ത് കേട്ടോളണം? ഖുത്ബ കേട്ടോളണം. ജുമുഅ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന, ജുമുഅ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ കുട്ടികൾ പറ്റൂല. ജുമുഅ ശരിയാകണമെങ്കിൽ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന ആളുകളാകണം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഈ ആളായിരിക്കണം. കുട്ടികളെ പറ്റൂല. 39 ആളും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താവില്ല, അവിടെ ആ ജുമുഅ ശരിയാവില്ല. 40 ആൾ എന്ത് കേട്ടോളണം? ഖുത്ബ കേട്ടോളണം. ഓക്കെ. കാരണം ജുമുഅ 2 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്. ആ 2 റക്അത്തിൻ്റെ മറ്റ് 2 റക്അത്ത് ളുഹറിലെ മറ്റ് 2 റക്അത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ 2 ഖുത്ബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഖുത്ബ എത്ര ആളുകൾ കേട്ടോളണം? 40 ആളുകൾ കേട്ടോളണം. അത് ഷർത്താണ്, ഖുത്ബയുടെ ഷർത്താണ്. 7, 2 ഖുത്ബയ്ക്കിടയിൽ ഇരിക്കുക. 2 ഖുത്ബ ഉണ്ടാവും. ഒരു ഖുത്ബ ഓതിക്കഴിഞ്ഞാൽ അല്പസമയം എന്ത് ചെയ്യും? ഇമാമ് മിമ്പറിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കൽ എന്താണ്? ഷർത്താണ്. 8, 2 ഖുത്ബയ്ക്കിടയിലും ഖുത്ബയുടെ അർക്കാനുകൾക്കിടയിലും ഖുത്ബക്കും നിസ്കാരത്തിനുമിടയിലും മുവാലാത്ത് ഉണ്ടാവുക. മുവാലാത്ത് ഉണ്ടാവുക കാരണം തുടർച്ച ഉണ്ടാവുക. എവിടെയൊക്കെയാണ് പറഞ്ഞത്? 2 ഖുത്ബയ്ക്കിടയിൽ. അപ്പോൾ ഒരു ഖുത്ബ കഴിഞ്ഞ് അല്പസമയം അവിടെ ഇരിക്കുള്ളൂ. ഏകദേശം ഒരു ഇഖ്ലാസ് സൂറത്ത്, നമ്മൾ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് ഉണ്ടല്ലോ, ആ സൂറത്ത് ഓതുക എന്നുള്ളതാണ് ഇമാമ് അവിടെ ഇരിക്കുന്ന സമയം. ആ ഇമാം ആ സുന്നത്താണ്. ആ സമയത്ത് ഇമാമ് ഖത്തീബ് ആ സമയത്ത് ആ സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പോൾ ആ ഇരുത്തത്തിൽ ഇമാം ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന സമയം അത് കഴിഞ്ഞാൽ ഉടനെ 2ാം ഖുത്ബ നിർവഹിക്കും. അപ്പോൾ 1ാമത്തെ ഖുത്ബൻ്റെയും 2ാമത്തെ ഖുത്ബൻ്റെയും തുടർച്ച ഉണ്ടാവണം. കുറേ സമയം ദീർഘിക്കാൻ പാടില്ല ഇടയിൽ. അടുത്ത ഖുത്ബയുടെ അർക്കാനുകൾക്കിടയിലും ഖുത്ബൻ്റെ റുക്കിനുകൾ കഴിഞ്ഞ് പറയാൻ പോകുന്നുണ്ട്. ഖുത്ബൻ്റെ റുക്കിനുകൾ പാടത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തില്ലുക. ഇങ്ങനെ ഇത് ക്രമപ്രകാരത്തിലായിരിക്കണം. ആ തുടർച്ച ഉണ്ടാകണം. അതെന്താണ്? ഷർത്താണ്. അടുത്ത ഖുത്ബക്കും നിസ്കാരത്തിനും ഇടയിലും മുവാലാത്തുണ്ടാവുക. ഖുത്ബ കഴിഞ്ഞാൽ പിന്നെ നേരെ നിസ്കാരത്തിലേക്കാണ് വരേണ്ടത്. അല്ലാതെ വേറെ എവിടേക്കെങ്കിലും പോയി കുറച്ച് നേരം അവിടെയൊക്കെ തിരിഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ ആരുടെയും സംസാരിച്ച് അങ്ങനെ അല്ല സമയം കളഞ്ഞുകൊണ്ടല്ല നിർവഹിക്കേണ്ടത്. നേരെ മറിച്ച് അങ്ങനെ ഖുത്ബ കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകണം? നിസ്കാരത്തിലേക്ക്. തുടർച്ച മുറിയാൻ പാടില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഖുത്ബൻ്റെ ഇടയിലും ഖുത്ബൻ്റെ ഫർളുകൾക്കിടയിലും ഖുത്ബൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ തുടർച്ച വേണം. ഇനി അടുത്ത ഏതൊക്കെയാണ് ഖുത്ബയുടെ റുക്കിനുകൾ? ഖുത്ബയുടെ റുക്കിനുകൾ ഏതൊക്കെയാണ്? ഖുത്ബയുടെ റുക്കിനാണ് ഖുത്ബയുടെ ഫർളുകൾ. ആ ഫർളുകൾക്കിടയിൽ തുടർച്ച വേണമെന്നാണല്ലോ. അപ്പം ഞാൻ തുടർച്ച എങ്ങനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഖുത്ബക്ക് 5 റുക്കിനുകളുണ്ട്. 5 റുക്കിനുകളാണ് 5 ഫർളുകളുണ്ട്. 1, അള്ളാഹു തആലയെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് പറയണം തുടക്കത്തിൽ. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. അത് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷമായിരിക്കണം. അപ്പോഴാണ് ആ തുടർച്ച ഉണ്ടാവുക. 3, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. എന്താണ്? അള്ളാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ എന്ത് ചെയ്യുക? ഉപദേശിക്കുക. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ജനങ്ങളെന്ത് ചെയ്യുക? ഉപദേശിക്കുക. അപ്പോൾ ആദ്യം എന്ത് നടക്കണം? അള്ളാഹുവിനെ സ്തുതിക്കണം, പിന്നെ നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം, പിന്നെ തഖ്വ ചെയ്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഇനി ഈ 3 കാര്യങ്ങളും 2 ഖുത്ബയിലും നിർബന്ധമാണ്. 2 ഖുത്ബ ഉണ്ടല്ലോ, ആ 2 ഖുത്ബയിലും ഈ 3 കാര്യങ്ങളും നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. ഇത് 2 ഖുത്ബയിലും ഉണ്ടായിരിക്കണം. ഇനി 4ാമത്തേത്, 2-ാലൊരു ഖുത്ബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതുക.
ഇത് ഒന്നാം ഖുത്തുബയിലാവലാണ് നല്ലത്, ഉത്തമം. അപ്പോൾ നാലാമത്തെ പറഞ്ഞ് രണ്ടാലൊരു ഖുത്തുബയിൽ ഒന്നാമത്തെ ഖുത്തുബയിലോ രണ്ടാമത്തെ ഖുത്തുബയിലോ ഒരു പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതൽ എന്താണ് ഫർദാണ്, ഖുത്തുബയുടെ ഫർദിൽപ്പെട്ടതാണ്, റുക്കിൽപ്പെട്ടതാണ്. ഇത് ഒന്നാമത്തെ ഖുത്തുബയിലാകൽ എന്താണ് ഏറ്റവും ഉത്തമമാണ്. ഒന്നാമത്തെ ഖുത്തുബയിൽ തന്നെ ആയത്ത് ഓതൽ ഏറ്റവും ഉത്തമമാണ്. ഇനി അഞ്ചാമത്തത് രണ്ടാം ഖുത്തുബയിൽ മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക. രണ്ടാം ഖുത്തുബയിൽ എന്ത് ചെയ്യുക? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. രണ്ടാമത്തെ ഖുത്തുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മഹാന്മാരുടെയും പാത പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഖുത്തുബയ്ക്ക് എത്ര റുക്കിനുകളുണ്ട്? ആൻസർ 5 റുക്കിനുകൾ. രണ്ട് ഖുത്തുബയിലും നിർബന്ധമായ റുക്കിനുകൾ ഏതെല്ലാം? ഫസ്റ്റ് പറഞ്ഞ 3 റുക്കിനുകൾ: അല്ലാഹു തആലയെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. മൂന്നാമത്തെ രണ്ടാം ഖുത്തുബയിൽ മാത്രമുള്ള റുക്കിന് ഏത്? രണ്ടാം ഖുത്തുബയിൽ മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക. ഇനി രണ്ടാലൊരു ഖുത്തുബയിൽ ചൊല്ലേണ്ട റുക്കിന് ഏത്? അത് രണ്ടാലൊരു ഖുത്തുബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതുക. 5 ഖുത്തുബ എത്ര പേരെ കേൾപ്പിക്കണം? ആൻസർ 40 പേര്. 6 ഖുത്തുബ ഏത് ഭാഷയിലാകണം? ആൻസർ അറബി ഭാഷയിലാകണം. 8 ജുമയുടെ ഖുത്തുബ നിർവഹിക്കേണ്ടത് എപ്പോൾ? ആൻസർ ളുഹറിൻ്റെ സമയത്ത്. 8 ഖുത്തുബ നിർവഹിക്കാതെ ജുമ സ്വഹിയാവുകയില്ല. എന്തുകൊണ്ട്? ജുമയുടെ ഷർത്താണ് ഖുത്തുബ. ജുമയുടെ ഷർത്തിൽപ്പെട്ടതാണിത് ഖുത്തുബ നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുത്തുബ ഇല്ലാതെ എന്ത് ശരിയാവില്ല? ജുമ സ്വഹിയാവൂലില്ല. ഇനി നുബയ്യനു, രണ്ടാമത്തെ നുബയ്യന് വ്യക്തമാക്കാനാണ്. ജുമ ഖുത്തുബ അറബിയിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമുക്ക് എഴുതി. ഖുത്തുബ ഒരു ഇബാദത്താണ്. അതിന് ഷർത്തുകളും ഫർദുകളും ഉണ്ട്. ഷർത്തിൽപ്പെട്ടതാണ് അറബി ഭാഷയിൽ ആയിരിക്കുക എന്നത്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്തുബ നിർവഹിച്ചാൽ ശരിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇനി അടുത്ത നക്തുബ് എഴുതാനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് തഖ്വ, ഖുത്തുബ, ദിക്റുള്ള എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത കോളത്തിലേക്ക് അക്ഷരങ്ങളും ഹർക്കത്തുകളും പുള്ളിയും തെറ്റാതെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. നസിൽ ചേരുമ്പടി ചേർക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആൻസർ ഡി ആണ്. അല്ലാഹു തആലയെ സ്തുതിക്കുക. അപ്പോൾ ഖുത്തുബൻ്റെ ഒന്നാമത്തെ റുക്കിന് പറഞ്ഞാൽ അള്ളാഹിനെ സ്തുതിക്കുക എന്നുള്ളതല്ലേ? അതാണ് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആൻസർ എ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുക. അതാണ് സ്വലാത്ത്. അടുത്ത് അയ്യുഹന്നാസ് ഉസീക്കും ബി തഖ്വല്ലാഹ്. ആൻസർ ഇ ആണ്. തഖ്വ ചെയ്തു ജീവിക്കാൻ ഉപദേശിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആൻസർ ബി ആണ്. പൂർണ്ണ ആശയമുള്ള ആയത്ത് ഓതുക. പൂർണ്ണ ആശയമുള്ള ആയത്ത് ഓതണം എന്ന് പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത്. അതിന് ഉദാഹരണം കൊടുത്തതാണ്. അഞ്ചാമത്തെ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആൻസർ സി ആണ്. മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഖുത്തുബ രണ്ടാം ഖുത്തുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ ദുആയാണത് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.